നമസ്തേ. സുഭാഷിതം. ഏകസ്യ കർമ്മ സംവീക്ഷ്യ കരോത്യന്യോ അഭിഗർഹിതം ഗതാനുഗതികോ ലോകോ ന ലോകഃ പാരമാർത്ഥികഃ. ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടാണ് വേറൊരാൾ ചീത്ത പ്രവൃത്തി ചെയ്യുന്നത്. മുമ്പേ ഗമിക്കുന്നവരെ അനുഗമിക്കുക എന്നത് ലോക സ്വഭാവമാണ്. അത് പാരമാർത്ഥിക ധർമ്മമല്ല എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നു. ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തി, ആ ആള് ചെയ്യുന്ന പ്രവൃത്തി മോശമായ അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടാണ് മറ്റൊരാളും അതേപോലെ ചീത്ത പ്രവൃത്തി ചെയ്യുന്നത്. ഒരാൾ നല്ല പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ട് മറ്റൊരാൾ നല്ല പ്രവൃത്തി ചെയ്യൂ. കാരണം ഒരാളുടെ പുറകെ അതായത് ഒരാൾ പോകുമ്പോൾ അതിൻ്റെ പിറകെ വരുന്ന മുമ്പേ പോകുന്നവരെ അനുകരിച്ചുകൊണ്ടാണ് അടുത്ത ആളുകളും വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ലോകത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. എന്താണ് മുൻഗാമികൾ എന്താണ് ചെയ്തത്? ഏകദേശം അതിനെ അനുഗമിച്ചുകൊണ്ടാണ് പിൻഗാമികളും ചെയ്യുന്നത്. അപ്പോൾ നല്ല പ്രവൃത്തി ചെയ്താൽ പിൻഗാമികളും നല്ല രീതിയിൽ ചിന്തിക്കുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. മുൻഗാമികൾ ചെയ്യുന്നത് മോശമാണെങ്കിൽ ഇവരും പുറകെ വരുന്നവരും മോശപ്രവൃത്തി ചെയ്യുന്നു. പക്ഷേ ഇതൊരു പാരമാർത്ഥിക ധർമ്മമല്ല എന്ന് ഒന്നുകൂടി പറയുന്നുണ്ട്. അവർ ചെയ്യുന്ന ചീത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ രണ്ടാമത് വരുന്നവരും അതേപോലെ ചെയ്യുവാണെങ്കിൽ അതൊരു പാരമാർത്ഥിക ധർമ്മമല്ല. ഞാൻ അവർ കണ്ടിട്ട് ചെയ്യുന്നു, അത് ഞാൻ ചെയ്യുന്നു, തെറ്റോ ശരിയോ നോക്കുന്നില്ല. അതിനുശേഷം അതൊരു പാരമാർത്ഥികമായ പരമാർത്ഥത്തിലുള്ള ഒരു ധർമ്മമായിട്ട് നമുക്ക് അതിനെ ചിത്രീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും ഒരു ധാർമ്മികമായ കാര്യമല്ല എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്ന. ആൾ ചെയ്യുന്ന തെറ്റുകൾ വീണ്ടും നമ്മൾ തന്നെ ആവർത്തിക്കുമ്പോൾ അതൊരു ധാർമ്മികമായ കാര്യമല്ല എന്നിവിടെ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റ്, ഇപ്പോൾ അച്ഛൻ കുഴിച്ച കിണർ ഉപ്പുവെള്ളമാണ്. അപ്പോൾ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഉപ്പുവെള്ളം കുടിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റ് സംഭവിച്ചു പോയെങ്കിൽ നമ്മൾ നല്ല കിണർ, ശുദ്ധമായ വെള്ളമുള്ള കിണർ കുഴിച്ച് വെള്ളം കുടിക്കും, അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്നത് മോശമായിപ്പോയി, തെറ്റായിപ്പോയി, അതിനെ അനുഗമിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് ആ സ്വഭാവം നമ്മളെ വീണ്ടും നമ്മൾ തെറ്റ് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരിക്കലും പാരമാർത്ഥികമായ ധർമ്മമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമസ്തേ.